5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഒരിടവേള കഴിഞ്ഞ് വീണ്ടും വേടൻ വിവാദങ്ങളിലേക്ക് ചെന്നുപെടുകയാണ്. ഇപ്പം ചെന്നുപെട്ടിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് കേസരി മാസികയുടെ പത്രാധിപരായിട്ടുള്ള ഡോക്ടർ NR മധു ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം മൊത്തത്തിൽ കേട്ടാൽ വലിയ പ്രശ്നമുള്ളതല്ല. കാരണം അദ്ദേഹം വേടൻ അല്ല പുലയൻ എന്ന് പറയുന്നത് ആരാണ്, പുലയൻ എന്നൊക്കെ പറയുന്നുണ്ട്. പുലയൻ എന്ന് പറയുന്നത് പുലയാളുന്നവർ അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ്, പഴയ കൃഷിക്കാരാണ്. അവരുടെ കൃഷിയിടങ്ങളൊക്കെ ജന്മിമാരൊക്കെ കൂടെ അടിച്ച് അവരെ കളഞ്ഞിട്ട് അവർ ഒപ്പിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിശ്വകർമ്മജരാണ് ഈ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്നത്, ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ബ്രാഹ്മണരൊന്നുമല്ല. അപ്പോൾ ആ തരത്തിലൊക്കെ അതുകൊണ്ട് ജാതി പരിപാടികളൊക്കെ തൂത്തെറിയണം എന്നൊക്കെ പറയുന്ന പ്രസംഗത്തിനോടൊപ്പമാണ് അദ്ദേഹം ഈ പല കാര്യങ്ങളും പറയുന്നത്. ഷവർമയെക്കുറിച്ച് പറയുന്നു, അതിൽ വേടനെക്കുറിച്ചും പറയുന്നു. വേടനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വേടൻ ഉയർത്തുന്ന പാട്ടുകൾ, ആ പാട്ടിലെ വരികൾ, അതിൻ്റെ താളം ഒക്കെ അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന താളത്തിലാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് പല വരികളും സാങ്കേതികമായി അല്ലെങ്കിൽ വിശദമായി പരിശോധിക്കുമ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന ജാതിയുടെ പേരിൽ ഉള്ള ചില സ്പർദ്ധ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആരുടെയെങ്കിലുമൊക്കെ ചട്ടവും ആകുന്നുണ്ടോ വേടൻ? സ്വാഭാവികമായിട്ട് വേടനെ എതിർത്തിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും ഈ ഗവൺമെൻറ്റും ശക്തമായി എതിർത്തിരുന്നു. വേടനെതിരെ കേസെടുത്തു. അത് വലിയ വിമർശനമാണ് ഗവൺമെൻറ് ഏറ്റുവാങ്ങിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലും സാറ്റലൈറ്റ് മാധ്യമങ്ങളിലും എല്ലായിടത്തും, പത്രങ്ങളിലും എല്ലായിടത്തും അത് ഏറ്റുവാങ്ങിയതിന് ശേഷം പെട്ടെന്ന് ഗവൺമെൻറ് കേസൊക്കെ പിൻവലിച്ചു. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിൽ തന്നെ പങ്കെടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഇത്തരത്തിൽ വേടൻ എവിടെ പോയാലും, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്തൊരു പരിപാടിയിൽ വേടൻ ചെന്ന് വേടനും വലിയ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഹീറോ ആയിട്ടൊക്കെ മാറുമ്പോൾ വേടന് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വേടൻ ഈ ഒരു സമൂഹത്തെ നമുക്ക് നന്നാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമുക്കുള്ള സമൂഹത്തോടുള്ള ദുഃഖങ്ങൾ, നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ സമൂഹത്തോട് പറയുമ്പോൾ അതിൻ്റെ ഭാഷയും അതിനുപയോഗിക്കുന്ന പാട്ടായാലും സംഗീതമായാലും അതിനുപയോഗിക്കുന്ന വരികളും അതിന് സെലക്ട് ചെയ്യുന്ന വിഷയങ്ങളും കൃത്യമായി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും കൂടുതൽ അരാജകത്വത്തിലേക്ക് പോകുന്നതും തർക്കത്തിലേക്ക് പോകുന്നതും ആകരുത്. നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ സാമൂഹ്യ പരിഷ്കരണം ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരാളിൻ്റെ രക്തവും ചിന്തിയിട്ടല്ല. ഇവിടെ കൃത്യമായി നല്ല രീതിയിൽ അയ്യങ്കാളി, നിങ്ങൾ അയ്യങ്കാളിയെക്കുറിച്ച് ഒരുപാട് പാടുന്നുണ്ട് വേടൻ. പക്ഷെ അയ്യങ്കാളി എന്താ ചെയ്തത്? എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ അന്നത്തെ അയ്യാഗുരുവിനെയും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും എല്ലാവരുമായിട്ട് ചേർന്ന് നിന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോലും അദ്ദേഹത്തിന്, പ്രജാസഭയിൽ പോലും അദ്ദേഹത്തിന് അവസരം കൊടുത്തു. എത്ര മനോഹരമായിട്ടാണ് അയ്യങ്കാളി അത് ചെയ്തത്. അതുപോലെ തന്നെ അയ്യാഗുരുവിനെ നോക്കൂ, അത് ശ്രീനാരായണ ഗുരുദേവൻ ഇതിനകത്ത് ചാമ്പ്യനാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ, ആർക്കും വിദ്വേഷമുണ്ടാക്കാതെ വലിയ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കിയത്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണത്തിന് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് തെറി പറഞ്ഞ് തള്ളി ബഹളമുണ്ടാക്കി അവരിൽ അരാജകത്വം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വേറൊരു ഭാഗത്തിന് അങ്ങനെയൊന്നും കിട്ടുന്നതല്ല. കാരണം അത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയുള്ളൂ. കൂടുതൽ ഒരു വിഭാഗത്തിന് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ മറ്റൊരു വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ല ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന വിഷയങ്ങളാവട്ടെ, അതുപോലെ വരികളാകട്ടെ, അതിലൊക്കെ അതുപോലെ തന്നെ തെറിയുണ്ട്. ചില വരികളിൽ അശ്ലീലവും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം നമ്മൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞു. സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സൂചിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു മിതത്വം നമുക്ക് കൊണ്ടുപോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. മധു തീർച്ചയായിട്ടും സൂചിപ്പിച്ചതിൽ, NR മധു സൂചിപ്പിച്ചതിൽ ചില കാര്യങ്ങൾ പോസിറ്റീവുമുണ്ട്, ചില കാര്യങ്ങൾ നെഗറ്റീവുമുണ്ട്. പോസിറ്റീവായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, വേടൻ എന്ന വാക്ക് തന്നെ വലിയ മഹത്തായ ഒരു വാക്കാണ്. അപ്പോൾ അതൊക്കെ മധു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേടൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മധു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേടനെ പോലുള്ള ആളുകൾ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മെരിറ്റ് എന്താണ്, അതിൻ്റെ നന്മ എന്താണ്, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ചർച്ചയ്ക്ക് വയ്ക്കണം എന്നുള്ളതും മധുവിനെ പോലെയുള്ള ആളുകൾ പറയേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മധു കുറച്ചുകൂടി ഈ കാര്യങ്ങളെ വേടൻ പറഞ്ഞ ഏതെങ്കിലും വാക്കിലോ അല്ലെങ്കിൽ വേടൻ പറയുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസിലോ പിടിച്ച് അതിനെ മൊത്തം തള്ളിപ്പറയാതെ അതിനകത്തുള്ള കണ്ടന്റ് എന്താണ്, ആ പറയുന്നതിനകത്ത് ഇന്നത്തെ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ ഈ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടോ, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിനുള്ള സ്റ്റെപ്പുകൾ എന്താണ്, അത്തരത്തിലുള്ള പോസിറ്റീവായ ചർച്ചകളിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ മധുവും, അതുപോലെ തന്നെ നമ്മുടെ വേടൻ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ എത്ര മനോഹരമായിട്ടാണ് സമൂഹത്തിൽ വിമർശനം വച്ചിട്ടുള്ളത്. അതുപോലുള്ള MN വിജയൻ സാറ്, അതുപോലെ തന്നെ സഞ്ജയൻ, അത് എത്ര ആളുകൾ, കാർട്ടൂണിസ്റ്റുകൾ, എല്ലാവരും സാമൂഹ്യ വിമർശനം വലിയൊരു ദോഷേകദൃക്കായ കാര്യമൊന്നുമല്ല, അത് മോശപ്പെട്ടൊരു കാര്യമല്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവവും അതിൻ്റെ ഒരു പക്വതയും ഒക്കെ ഇല്ല എങ്കിൽ നമുക്ക് വായിൽ തോന്നുന്നതെല്ലാം പാട്ടായി എഴുതി, അതെല്ലാം നമുക്ക് ഓഡിയൻസ് ഉണ്ട് എന്ന് കരുതി, അല്ലെങ്കിൽ പ്രേക്ഷകരുണ്ട് എന്ന് കരുതി
നമ്മൾ പാടിത്തുടങ്ങിയാൽ ഇതേ പ്രേക്ഷകർ തന്നെ നമ്മളെ കളയും. നമ്മൾ പലരെയും കാണുന്നതാണ്, പല കലാകാരന്മാരെയും നമ്മൾ കാണുന്നതാണ്. ആരാണോ എടുത്തുയർത്തുന്നത് അതുപോലെ തന്നെ അവർ കളയുന്നത്. മോബ് സൈക്കോളജി എന്നൊരു കാര്യമുണ്ട്, ഒരു ആൾക്കൂട്ട മനഃശാസ്ത്രം. അത് പഠിച്ചിരിക്കണം വേടൻ. അത് താൽക്കാലികമായി ചിലപ്പോൾ നിങ്ങളെ സംഗീതവും പാട്ടും ഒക്കെ കേട്ടുകൊണ്ട് ആൾ കൂടുന്നെങ്കിലും ആൾക്കൂട്ട മനഃശാസ്ത്രം വളരെ വലുതാണ്. എങ്ങനെയാണോ അവർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ അവർ കളയാനും സാധ്യതയുണ്ട്. അതിൻ്റെ സാധ്യതയുണ്ട്. കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജാതികളെ പച്ചയ്ക്ക് ജാതി പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതിയായിരിക്കണം വേടൻ പ്രയോഗിക്കേണ്ടത്. വേടനും അത് ശ്രദ്ധിക്കണം. NR മധുവിനെ പോലെയുള്ള, ഡോക്ടർ മധുവിനെ പോലെയുള്ള ആളുകൾ തീർച്ചയായും ഇത്തരം വിഷയത്തിൽ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുകയും വേണം. അതേസമയം താങ്കൾ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. ഒരു ജനാധിപത്യ രാജ്യമാണ്, താങ്കൾക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും കലാപ്രകടനവും സ്വാതന്ത്ര്യവും ഇതെല്ലാം സമൂഹം ചർച്ച ചെയ്യട്ടെ. വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്. അല്ലാതെ സംഘിയാണ്, കൊങ്കിയാണ്, സുഡാപ്പിയാണ്, കൊങ്ങിയാണെന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് വഴക്കുണ്ടാക്കി കുറച്ച് പേർ വേടൻ്റെ കൂടെയും കുറച്ച് പേർ മധുവിൻ്റെ കൂടെയും കയറി നിന്നുകൊണ്ട് തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും അല്ല വേണ്ടത്. ഈ വിഷയങ്ങൾ സമൂഹത്തിൽ സമഗ്രമായി വിശദമായ ചർച്ച നടക്കട്ടെ.